ഇന്ത്യയുടെ ഒരു ന്യൂ ജനറേഷൻ വാർ യൂണിറ്റ് പാകിസ്ഥാന്റെ അതിർത്തിയിലെത്തിയെന്ന് അവിടുത്തെ സൈന്യം ആശങ്കപ്പെടുന്നു. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എപ്പോൾ വേണമെങ്കിലും ഒരു സമ്പൂർണ്ണ യുദ്ധമുണ്ടാകാം. പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ എപ്പോൾ വേണമെങ്കിലും കടന്നു കയറാം. ഇതൊക്കെ പറയുന്നത് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയായ ഖ്വാജ ആസിഫാണ്. പാകിസ്ഥാനിലെ തന്നെ ഒരു ടെലിവിഷന് നൽകിയ ദീർഘമായ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങളൊക്കെ ഖ്വാജ ആസിഫ് പറയുന്നത്. മാത്രമല്ല, അഫ്ഗാനിസ്ഥാനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ത്യ ചില തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. താലിബാനെ പാകിസ്ഥാൻ എതിരാക്കുന്നതും പാക് ബോർഡറിൽ താലിബാൻ ആക്രമണം നടത്തുന്നതിൻ്റെയും ചുക്കാൻ പിടിക്കുന്നത് ഇന്ത്യയാണ്. നമ്മൾ ഇത് നേരത്തെ തന്നെ നിഷേധിച്ചതാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തം, നമ്മൾ പരമ്പരാഗത യുദ്ധശൈലിയിൽ നിന്ന് മാറി ആധുനികവൽക്കരിച്ച ഒരു യുദ്ധ ഗ്രൂപ്പിനെ രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ലോകം ഉറ്റുനോക്കുന്നത് വളരെ പെട്ടെന്ന് ഒരു മിന്നലാക്രമണം നടത്താൻ കഴിയുന്ന ഒരു ശക്തി, ഒരു ഫോഴ്സ് ഇന്ത്യക്കുണ്ടോ എന്നുള്ളതാണ്. ശരിക്കും ഇന്ത്യക്ക് അങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ട്. അതായത് തൃശൂൽ എന്ന പേരിൽ ഒരു സംയുക്ത സൈനിക അഭ്യാസ പ്രകടനം നടത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ഫോഴ്സിന്റെ സാന്നിധ്യം ലോകം ശ്രദ്ധിക്കുന്നത്. രുദ്ര എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ കോൾഡ് സ്ട്രൈക്ക്, രുദ്ര ബാറ്റിൽ ഇങ്ങനെയുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട് എന്ന് പാകിസ്ഥാൻ ഇന്റലിജൻസിന് വിവരം ലഭിച്ചിട്ടുണ്ട്.